മറുപടി ഇങ്ങനെ മതിയോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ പോരാ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ മോഹൻലാൽ എന്ന നടൻ സിനിമയിൽ വാചാലനാകുന്ന പോലെ, സിനിമയിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് പോലെ പുറത്ത് അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെ അദ്ദേഹത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർവതി തിരുവുത്തനെ പോലെ അങ്ങനെ കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ അങ്ങനെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. അതിനപ്പുറം തന്നെ ഈ AMMA എന്ന സംഘടന ഒരു കുടുംബമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ മറ്റ് നിയമങ്ങളൊന്നും ബാധകമല്ല, ചട്ടങ്ങൾ ബാധകമല്ല, തൊഴിൽ നിയമങ്ങൾ ബാധകമല്ല എന്ന രൂപത്തിൽ അദ്ദേഹം അതിനെ പറഞ്ഞു വെക്കുകയാണ്. ഒരു കുടുംബമായിട്ട് തന്നെ ആണെങ്കിൽ തന്നെ ആ കുടുംബത്തിന് അകത്ത് എങ്ങനെ പെരുമാറണം, അതിനകത്തുണ്ടായ പ്രശ്നങ്ങൾ, അതിനോട് എങ്ങനെ ഇവർ റെസ്പോണ്ട് ചെയ്തു എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദയവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കരുത്, എൻ്റെ പക്കൽ മറുപടിയില്ല. അതൊരു നമുക്കൊരു സഹതാപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ വേണ്ടിയിരുന്നില്ല, ഈ പ്രതികരണം വേണ്ടിയിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കാം. ഈ ഒളിച്ചോടി എന്നുള്ള പ്രതികരണം അതിശക്തമായി ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ ശോഭാടെ NDTVയുടെ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് മോഹൻലാൽ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തു നിന്നും വരുന്ന ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം എന്ന പരിപാടിക്ക് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും മാധ്യമപ്രവർത്തകർ കാത്തു നിന്ന ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇരുന്ന് പോലും മറുപടി പറയാഞ്ഞത് പറഞ്ഞങ്ങ് പോകാമെന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് 2-3 ചോദ്യങ്ങളെങ്കിലും, നമ്മുടെ റോഷിവാലിൻ്റെ അടക്കം 2-3 ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മറുപടിയും കൃത്യമായിരുന്നില്ല എന്ന് മാത്രം. ഒന്നിച്ച് നീങ്ങാമെന്നൊക്കെ പറയുമ്പോൾ സിനിമാ മേഖലയെ തകർക്കണം എന്നാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ തകർക്കാൻ ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. സിനിമാ മേഖലയ്ക്കകത്തെ അപജയം ചൂണ്ടിക്കാണിച്ച ഒരു റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിനനുസരിച്ച് നടപടി ഉണ്ടാവുക എന്നത് മാത്രമാണ്. അതിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ കേസ് നേരിടുന്നു എന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അറിയുന്നില്ല. എനിക്കറിയില്ല, അത് അതിൻ്റെ നിയമപരമായി പോകട്ടെ, സർക്കാർ ഉണ്ടല്ലോ, പോലീസ് ഉണ്ടല്ലോ, കോടതി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഏതായാലും അദ്ദേഹത്തിന് അത്രേ പറയാൻ കഴിയൂ എന്നൊരു രൂപത്തിലാണ് അതിനെ കാണുന്നത്. മറുപടി ഇങ്ങനെ പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.